വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് ഈ നോമ്പ് കാലത്ത് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 13, 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. വിട്ടുകൊടുക്കുന്നവൻ്റെ ദൈവം. ഈജിപ്തിലെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് ശേഷം അബ്രഹാം മടങ്ങി വരികയാണ്. കൂടെ ഭാര്യ സാറായും സഹോദരപുത്രൻ ലോത്തുമുണ്ട്. വെറും കൈയോടെയല്ല അവർ മടങ്ങിയത്. കന്നുകാലികളും വെള്ളിയും സ്വർണവുമായി അവർ അതീവ സമ്പന്നരായിരുന്നു. ബെഥേലിനും ഹായിക്കും ഇടയിലുള്ള താൻ ആദ്യം വസിച്ചിരുന്ന ആ പഴയ സ്ഥലത്ത് അവർ തമ്പടിച്ചു. അവിടെ താൻ പണ്ട് പണിത യാഗപീഠത്തിന് മുന്നിൽ അബ്രഹാം നന്ദിയോടെ ദൈവനാമം വിളിച്ചപേക്ഷിച്ചു. പക്ഷേ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ഒരു പ്രശ്നം ഉടലെടുത്തു. അബ്രഹാമിനും ലോത്തിനും ഒരുമിച്ച് താമസിക്കാൻ ആ പ്രദേശം മതിയാകാതെ വന്നു. അവർക്ക് അത്രയധികം മൃഗങ്ങൾ സമ്പത്തായി ഉണ്ടായിരുന്നു. ഇടയന്മാർ തമ്മിൽ തർക്കം തുടങ്ങി. അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും പുൽപ്പുറങ്ങൾക്കായി കലഹിച്ചു തുടങ്ങി. ബന്ധങ്ങൾക്കിടയിൽ പണവും പദവിയും വില്ലനായി മാറുന്ന ഒരു നിമിഷം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെയാണ് അബ്രഹാം എന്ന മനുഷ്യൻ്റെ മഹത്വം നാം കാണുന്നത്. തർക്കം പരിഹരിക്കാൻ അദ്ദേഹം ലോത്തിനെ അരികിൽ വിളിച്ചു പറഞ്ഞു, നമ്മൾ സഹോദരന്മാരല്ലേ? എൻ്റെ ഇടയന്മാരും നിൻ്റെ ഇടയന്മാരും തമ്മിൽ കലഹമുണ്ടാകരുത്. ഈ ദേശം മുഴുവൻ നിൻ്റെ മുന്നിലുണ്ടല്ലോ. നീ ഇടത്തോട്ട് പോകുന്നുവെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം. നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് മാറാം. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ സന്ദർഭമുണ്ടായിട്ടും പദവിയും സ്ഥാനവും ഉണ്ടായിരുന്നിട്ടും സമാധാനത്തിനായി അബ്രഹാം തൻ്റെ മുൻഗണന വിട്ടുകൊടുത്തു. ലോത്ത് കണ്ണുയർത്തി നോക്കി. ജോർദാൻ സമഭൂമി യഹോവയുടെ തോട്ടം പോലെ പച്ചപ്പുള്ളതായിരുന്നു. ലാഭം മാത്രം നോക്കി ലോത്ത് ആ പ്രദേശം തിരഞ്ഞെടുത്തു. അവൻ സോദോമിന് സമീപം കൂടാരം അടിച്ചു. എന്നാൽ ലോത്ത് പോയതിനു ശേഷം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ നോക്കുന്ന ഈ ദേശമെല്ലാം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കുമായി നൽകും. അബ്രഹാമിൻ്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയൊരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ലാഭത്തിനു വേണ്ടി നാം തർക്കിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിട്ടുകൊടുക്കാൻ ഭയമില്ല. കാരണം നമ്മൾ ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം നൽകാൻ നമ്മുടെ ദൈവം അത്രയ്ക്ക് വിശ്വസ്തനാണ് എന്നത് തന്നെയാണ് പരമാർത്ഥ സത്യം.